10,000 രൂപ ചിലവാക്കാൻ വേണ്ടി നമ്മൾ ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് കാസർഗോഡാണ്. അതും കാസർഗോഡ് ഫസ്റ്റ് റെസ്റ്റോറന്റ് കിട്ടിയെന്ന് പറയുന്നത് എന്റെ പുറകിലായിട്ടുണ്ട്. അത് ഫുൾ ഫ്രെയിമിൽ കിട്ടുന്ന പോലും ഇല്ലായിരിക്കും. ഇതാണ് എർത്ത് പവിലിയൻ ബേക്കൽ, ഗേറ്റ് വേ ബേക്കൽ. ഇവിടെ എത്ര രൂപ പൊടിയെന്നൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് വളരെ നിഷ്പ്രയാസമായിരിക്കും. ഫസ്റ്റ് റെസ്റ്റോറന്റ് ഇതൊക്കെ തന്നെ ആവുമ്പോൾ ഒരു വലിയ റിസോർട്ട് ആവാൻ എനിക്ക് ഫുൾ ഫ്രെയിമിൽ പോലും കിട്ടുന്നില്ല. അല്ല, ഇതിന്റെ ചുറ്റുവട്ടത്തിൽ കുറെ റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. വരൂ. എനിക്ക് വയ്യ. റെസ്റ്റോറന്റ് എവിടെയാണ്? ഇവിടുത്തെ വലിയ സീലിംഗ്. ബോയ്സ്, ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ്സ് ഗോണ ബി കോസ്റ്റ്ലി മാം. ദാറ്റ്സ് ദ ലീസ്റ്റ് ഐ കുഡ് സേ. ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് എർത്ത് പവിലിയൻ. ഇവിടെയാ റെസ്റ്റോറന്റ്. എല്ലാ മെനുവും കാണണേ. ആനയൊക്കെ ഉണ്ടല്ലോ, ആനയുടെ കുടുംബമൊക്കെ ഇരിക്കുന്നു അവിടെ. ഇവിടുത്തെ മെനു ബോയ്സ് പറയേണ്ട ആവശ്യമില്ല. സൂപ്പിനൊക്കെ 550 തുടങ്ങും. സൂപ്പ് നമ്മൾ മേടിക്കുന്നില്ല. ഓൾറെഡി പാലക്കാട് വെച്ചൊരു സൂപ്പ് കഴിച്ചതാണ്. അത്രയ്ക്കൊന്നും കാണത്തില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ട. ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു മട്ടനിലൊക്കെ പിടിക്കും. അവരുടെ മെനുക്ക് അതൊരു നല്ലൊരു മട്ടൻ ഡിഷ് കണ്ടു. മട്ടൻ ലാം ചോപ്സ്, $2,000 ഓൺലി. ഇത് മാത്രം ഓർഡർ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ കംഫർട്ട് ഫുഡൊക്കെ ഉണ്ട് ഓപ്ഷൻ കേട്ടോ ഇവർക്ക്. തൈര് സാദം, പാവ് ഭാജി, മസാല, കിച്ചടി എല്ലാം 1000 രൂപയ്ക്കുള്ളതേ ഉള്ളൂ ഓരോന്ന്. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിഷ്പ്രയാസം ഈ 10,000 തീർത്തിട്ട് എനിക്ക് പോകാവുന്നേ ഉള്ളൂ. നമുക്ക് 2 ഐറ്റം ഓർഡർ ചെയ്യുന്നത്. ഐ വുഡ് അറ്റ്ലീസ്റ്റ് വാണ്ട് ടു ഗോ ടു ഫ്യൂ റെസ്റ്റോറൻറ്റ്സ്. ഒറ്റയടിക്ക് തീർക്കാൻ താല്പര്യമില്ല. നമുക്കൊരു ലാം ചോപ്സും പിന്നെ ഡിസേർട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഗുലാബ് ജാമുനൊക്കെ ദൈവമേ 700 രൂപ. നമുക്കില്ലേ കടുങ്കാപ്പി തിരാമസ് മേടിക്കാം. നല്ല കോഫി ഫ്ലേവർ ആയിരിക്കും. ഇവിടെ തന്നെ തീർക്കട്ടെ ഞാൻ 10,000. വേണ്ട, ആക്രാന്തം പാടില്ല. നമുക്ക് മെതുവാ തീർക്കാം, എൻജോയ് ചെയ്ത് തീർക്കാം. മനസ്സിലായി? എൻ്റെ കൈയൊക്കെ റെഡിയായി വരിക. അവിടെ പോയി ഞാനൊരു ഡ്രസ്സിങ് സെൻസ് ഒക്കെ മാറ്റി കുറച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ായിട്ട് കുറച്ചേറെ വീഡിയോ ആയിട്ടും കുറേയൊക്കെ മാറ്റി. കുറച്ച് പേര് പറഞ്ഞാൽ ഞാൻ തന്നെ മിക്ക ഡിസ്ട്രിക്റ്റിലും ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ കാസർഗോഡ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതിൽ നമുക്ക് വേറെ ഒരു അടുത്ത ഡിസ്ട്രിക്റ്റൊക്കെ വേറെ ആൾക്കാരെ പിടിക്കും. ചിലർ പറയും വളരെ ഈസി ആയതുകൊണ്ടാണ് ബ്രോ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ചെറിയ മെനുവും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല സ്റ്റീംഡ് കേരള റൈസ് 300 രൂപ. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് 450 രൂപ. അതും കൂടി മേടിക്കട്ടെ. പംകിൻ പ്രഥമന ട്രൈ ചെയ്യാം. 3 ഡിഷസ് ഓക്കെ. ദിസ് ഇസ് ലാസ്റ്റ് വൺ. ഈ 3 പംകിൻ പ്രഥമൻ എനിക്ക് തോന്നുന്നത് നമുക്ക് മേടിച്ച എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. പംകിനൊന്നും എനിക്ക് വലിയ ഇഷ്ടം പോലും അല്ല. എന്നാലും ബോയ്സ് ഇവിടെ ബഫേ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ബഫേ കഴിക്കാനല്ല വന്നത്, വയറ് നിറയ്ക്കാനല്ല. നമ്മൾ പൈസ ചിലവൊക്കെ വന്നത്. ചെറുതായിട്ട് വണ്ണം വെച്ചല്ലേ ഞാൻ. കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ഉരുണ്ട് വരാൻ നോക്കുകയാണ്. 110 കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒബീസായി വണ്ണം ഉരുട്ടിക്കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യും എന്നൊക്കെയാണ് ആഗ്രഹം. കുറേ കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല. എന്ത് ചെയ്യാൻ ഞാൻ പറയുന്നതന്നെ. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ കഴിക്കും. പിന്നെ ക്യാമറ ഓഫ് ആകുമ്പോൾ കഴിക്കത്തില്ല. അതാ വീട്ടിൽ ചെടി ഞാൻ കഴിക്കാറില്ല. അത് വണ്ണം കൂടാ. ജിമ്മിലൊന്നും പോകുന്നില്ല, കൈ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അത് നേരെ കാര്യം. ബോയ്സ്, നമുക്ക് എല്ലാ 5 സ്റ്റാറിലും എല്ലാ സ്ഥലത്തും കിട്ടുന്ന കണക്ക് കുറേയേറെ ചെറിയ ബ്രെഡ് കിട്ടിയിരിക്കുന്നു. അതിനോട് ബട്ടർ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്കി ഫുഡ് വരുന്നതാണ് അവർ പറയുന്നത്. നമുക്ക് ബ്രെഡേ പിടിക്കാം. എന്ത് ചെയ്യാൻ, നല്ല ചൂട് ബ്രെഡാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കേണ്ടതൊന്നുമല്ല, ഇപ്പം ചൂടായിക്കൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ കൊള്ളാം. കുറച്ച് വലിയ പീസ് ബട്ടർ തന്നെ ഇരിക്കട്ടെ. സാധാരണ ബ്രെഡും ബട്ടറും ഞാൻ കഴിക്കാറില്ല. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അറിയത്തില്ല കുറച്ച് ടേസ്റ്റ് ഉള്ളത്. നമ്മൾ സഫിസ്റ്റിക്കേഷനിലൊട്ടും കുറവ് കാണിക്കുന്നില്ല. ദ ബട്ടർ സോർട്ട് ഓഫ് ലൈക്ക് സ്മൂത്ത്സ് യുവർ പാലറ്റ്. ഇത്രയൊക്കെ തള്ളിയിട്ട് അവസാനം ഞാൻ ഫുഡ് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഫുഡ് വരട്ടെ. നമ്മുടെ മട്ടൺ ലാം ചോപ്സ് വരായിരിക്കുന്നു. പിന്നെ 2 ഡിസേർട്ടും സെറ്റാമനെ ഓർഡർ ചെയ്തിട്ട് 3/4 മണിക്കൂറായി. പോയി 12:30 ഓർഡർ ചെയ്താണ്. 1:15 കുറേ ടൈം എടുത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. താങ്ക് യു. ചോറും ഉണ്ടായിരുന്നല്ലേ കൂടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ 3 ഐറ്റം വന്നിരിക്കുന്നു. തീരുമാനമായതെല്ലാം കഴിച്ച് വരുമ്പോൾ 45 മിനിറ്റ് എടുത്തിട്ട് നമ്മുടെ മെയിൻ കോഴ്സും പിന്നെ നമ്മുടെ ഡെസേർട്ടും പിന്നെ നമ്മുടെ പായസവും ചൂടായിട്ട് ഇപ്പോൾ സെർവ് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തിൽ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലാം ചോപ്സ് 3 ഉള്ളിൽ അത് നോക്കിയിട്ട് പോയിച്ചപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാം ചോപ്സിന് ട്രൈ ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പീസാണ്. അത് വളരെ സോഫ്റ്റ് അല്ല, വെറുതെ കടിച്ചപ്പോൾ തന്നെ അതേ പറഞ്ഞു വന്നു. ഹൈ പ്രൊഫൈൽ ഫ്ലേവേഴ്സ്. ഓക്കെ, അതെന്തിനാണ് എക്സ്ട്രാ ഫുഡ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി എന്നെക്കൊണ്ട് ഇവർ ഈസി ആയിട്ട് ജയിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു. കോംപ്ലിമെൻ്ററി ചിക്കൻ ടിക്കയും വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റാണ്. ഈ ഒരു സ്റ്റേക്കിൻ്റെ ഫ്ലേവർ അല്ല, അങ്ങനത്തെ ഫ്ലേവർ. നാടൻ ഒരു മട്ടൻ്റെ ഒരു സംഭവമല്ല. ഈ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സാൽമൺ ഡിഷ് കഴിച്ചിട്ടില്ല മറ്റേ കൊച്ചിയിൽ നിന്ന്. അതിനകത്ത് മറ്റൊരു പാസ്ത കിട്ടുമല്ലോ, അതിൻ്റെ സെയിം പ്രൊഫൈൽ പക്ഷേ കുറച്ചുകൂടി സ്പൈസിയാണ്. പക്ഷേ അതിന് പകരം ചോറാണെന്നുള്ളത്. സിമിലർ ആ പാസ്തയുടെ ഒരു വൈബ്. അസ്പാരഗസ് അല്ല, ഇത് മറ്റേതാണ്. ഇത് ബീൻസാണ്. എന്തായാലും ഹൈ പ്രൊഫൈലാണ്. ഞാൻ വിചാരിച്ച അസ്പാരഗസ് പോലെ ആയിരിക്കും. ബീൻസാ ബോയ്സ്. തെറ്റുപറ്റിപ്പോയി. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നൈസ്. 200 ഒരു പീസാണ്. അപ്പം ഒന്നുകൂടി ചീന്തിക്കുക. കുറേ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് നമ്മൾ ഓൾ കേരളയിൽ. ഇത് കൊള്ളാം ഇവിടെ. ഐ ആം ആക്ച്വലി എൻജോയിങ്. എനിക്ക് ഈ ടിക്ക ഇഷ്ടപ്പെട്ടു. നല്ല സട്ടിൽ ഫ്ലേവറാണ്, പക്ഷേ കൊള്ളാം. കുറച്ച് പെപ്പറൊക്കെ ഉരുട്ടിയിടണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ഒറ്റയ്ക്ക് ക്യാമറമാൻ ഒന്ന് ഉരുട്ടി എൻ്റെ കൈ ചെറുതായിട്ട് വേനെടുക്കുന്നു. പക്ഷേ സെറ്റാണ് മോനെ. ഈ പായസം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ആം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഫുഡ്. പക്ഷേ എൻ്റെ ക്യാമറമാൻ കഴിച്ചില്ലെന്നൊന്നും പറയരുത്. പിടിച്ചടാ, ഞാനുണ്ടെന്ന് പറയാം. കഴിച്ചിട്ട് കൊള്ളാം. അതിനിഷ്ടപ്പെട്ടു കേട്ടോ. ഈ സെയിം ഓർഡറില്ല ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, അങ്ങനെ പോട്ടെ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് എല്ലാം തീരാറാവുന്നു. ഇങ്ങനത്തെ റെസ്റ്റോറൻ്റ് ഇല്ല ഈ വെള്ള ടവല കിട്ടുന്നത്. വെള്ള ടവൽ ഇങ്ങനെ കയ്യിൽ എണ്ണയൊക്കെ ആയിട്ട് തൊടാൻ എന്തോ യക്കി ഫീൽ വരും എനിക്ക്. പക്ഷേ നമ്മുടെ തിരാമിസ് തീർന്നു. ഈ പായസമില്ലേ, പായസം കൊള്ളാം. പക്ഷേ കുറേ കഴിച്ച് കഴിയുമ്പം ഒരു മടുപ്പ്. ഇനീഷ്യൽ കുറച്ച് ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറേ കഴിച്ച് കഴിയുമ്പോൾ കുറേ മടുപ്പാണ്.
ലാമ്പ് അവസാനത്തേക്ക് വെക്കാം. ടിക്ക കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ടിക്കയും കൂടി ബില്ലടിച്ചിരുന്ന സൗകര്യമാണ് നമുക്ക്. പക്ഷേ അവരത് ഫ്രീ ആയിട്ട് തരാൻ പോകും. 2000 രൂപയുടെ ലാമ്പ് ചോപ്സ്. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നു. ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ഫുഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ റൂംസ് ഒക്കെ എന്ന് വെച്ചാൽ മാക്സ് 50,000 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സ്റ്റേ ഇല്ല, നമ്മൾ ഫുഡിന് വേണ്ടി മാത്രം വന്നാൽ പോകാം. ഇവിടുത്തെ ബില്ല് എത്രയാണെന്നാണ് നിങ്ങളുടെ വിചാരം? വളരെ നിഷ്പ്രയാസമാണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് നമുക്ക് 3 കടയിൽ പോകേണ്ട ആവശ്യം വരത്തില്ല ഈ പോക്ക് കണ്ടിട്ട്. ഇവിടെ ടാക്സ് തന്നെ ഏകദേശം 603 രൂപ ടാക്സ് മാത്രം. ആ ചിക്കൻ ടിക്ക നമുക്ക് കോസ്റ്റ് അവർ ബില്ല് ചെയ്തിരുന്നെങ്കിൽ 5K ക്രോസ് ചെയ്തേനെ. ബില്ലൊന്നും അവർ കൈ തന്നില്ല, അവരത് സ്കാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. 3952 രൂപ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അത് വയർ നിറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയർ റെസ്പെക്റ്റബിൾ നിറച്ചിലേ ഉള്ളൂ. എന്നാ കിടിലൻ ക്യാച്ച്. കണക്കെടുക്കുന്ന എറിണ്ടായിരുന്നു. ഞാൻ തന്നെ ഓടിക്കാം, കൈ ഓടിച്ച് കുഴപ്പമില്ല. അടുത്ത കടയിലോട്ട് പോട്ടെ. അടുത്ത ഹോട്ടൽ എന്താ ഇങ്ങനത്തെ ഒരു വഴിയിൽ കാറ് മുട്ടിയില്ലെന്നുള്ള രീതിയിൽ പോവാണല്ലോ. അടുത്ത കിട്ടിയത് ബൈ ദ ബേ എന്നും പറഞ്ഞ റിസോർട്ടിലോട്ടുള്ള വഴിയാണ് ഇത്. ദൈവമേ, കാറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വഴിയില്ല. കൊള്ളാം, നോക്കി റോഡ് നോക്കി. ഇത് പട്ടിക്കാട്ടിലോട്ടുള്ള റിസോർട്ട് വെച്ചിരിക്കുന്നത്. വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് നമ്മളൊന്ന് വഴി തെറ്റി കയറുന്നില്ലായിരുന്നു ഈ വഴിയിലോട്ട്. എന്നിട്ട് ഞാൻ ചവിട്ടി കയറ്റിയതാ. ഇങ്ങനെയാണോ വഴി? ഇതെന്ത് സ്ഥലം? ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളൂ. ഞാൻ വളയ്ക്കാൻ ശ്രമിക്കുവാടെ. ഇത് തെങ്ങിലോട്ട് ഇടിച്ചു കയറുമെന്ന് തോന്നി. ഒരു കൈ വയ്യാത്ത എന്നെ കൊണ്ട് പറ്റുന്ന അങ്ങനെ കറക്റ്റിൽ വഴി പിടിച്ചിരിക്കുന്നു. പിന്നെ എന്ത് നമ്മൾ പിന്നെയും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ താജും ഞാൻ ഇപ്പോൾ പോയെന്ന് തോന്നുന്നു. താജ് വയനാട്, താജ് ട്രിവാൻഡ്രം, താജ് കൊച്ചി, ഇപ്പോൾ താജ് ബേക്കൽ റിസോർട്ട് കാസർഗോഡ്. എങ്ങോട്ടാണ് എൻട്രി? അറിയില്ല ഇവിടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്താണ് ഗേറ്റിലൊരു സെക്യൂരിറ്റി പോലും ഇല്ല ഇവിടെ. റെസ്റ്റോറൻറ്റിൽ വന്ന് വണ്ടി നമ്പറൊക്കെ എഴുതിയെടുക്കുന്നു. സീരിയസ് ആയ ഒരു അന്തരീക്ഷം. വെൽക്കം ടു താജ് റിസോർട്ട്. ഒരു മൂക്ക് വലിയൊരു പക്ഷി ഇരിക്കുന്നു അവിടെ. വേറെ വൈബാണല്ലോ ഈ താജ് ബേക്കൽ. റെസ്റ്റോറൻറ്റ് എവിടെ? അകത്തോട്ടായിരിക്കും. വഴിയൊന്നും ആരും പറഞ്ഞില്ല. റെസ്റ്റോറൻറ്റ് എവിടെയാണ്? ശുദ്ധമായ പച്ചവെള്ളമാണ്. ഇതിനകത്ത് കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല ഒടുക്കത്തെ പച്ചയായതുകൊണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ വഴി നേരെ പോയി അവിടുന്ന് എൻ്റെ റൈറ്റ്, നിങ്ങളുടെ ലെഫ്റ്റ്. ഈ വെള്ളത്തിനൊരു ബ്രൗൺ കളർ. ഇവിടെ പല വെള്ളത്തിന് പല കളറാണ്. ഇവിടെ ഒരു നീല കളർ വെള്ളത്തിന്. ഏതാണ് റെസ്റ്റോറൻറ്റ്? ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ എത്തിയിരിക്കുന്ന ബാക്ക് വാട്ടർ കഫേ. കുറേ ആൾക്കാരുണ്ടല്ലോ. തന്നെ തുറയുന്ന ഡോർ. അപ്പോൾ ഇവിടുത്തെ ഷാൻലിയറൊക്കെ കുറച്ച് വൈബ് മാറ്റമാണ്. നോക്കി, 2 ബ്യൂട്ടിഫുൾ വുമൻസ് പാത്രം പിടിച്ചിരിക്കുന്നു. എനിക്ക് ഫ്രൂട്ടി ചോദിക്കുന്ന എൻ്റെ ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇങ്ങനെ അതിനകത്ത് കുറച്ച് അറ്റൻറ്റീവ് ആയിരിക്കണം. മോനെ എന്നെ അറിയുന്ന പോലെ വന്നിരിക്കുന്നത്. കൈ ഒടിഞ്ഞുകൊണ്ടാണോ? ഞാൻ പ്രതീക്ഷിച്ചത് നമുക്ക് ഇവിടെ വെച്ച് ഇത് ഫുള്ളും തീർക്കാനാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത് വില പോരാ. ഏറ്റവും മാക്സ് എനിക്ക് ഈ ഫുൾ ബില്ല് ഈ കാർബോണിനകത്തുള്ളത് 2200 രൂപയുടെ മട്ടൺ ചോപ്സാണ്. ലാംബ് ചോപ്സ്. സെയിം സാധനം തന്നെ ഇവിടെ. സെയിം മേടിക്കുന്നില്ല. പിന്നുള്ളത് സാൽമൺ മേടിക്കുന്നില്ല. നമ്മൾ ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. കുറച്ച് വെറൈറ്റി പിടിക്കുക ഇപ്രാവശ്യം. കുറച്ച് ആപ്പറ്റൈസേഴ്സിലൊക്കെ കുറച്ച് വില കൂടിയ പൊടി ഇഡ്ഡലിയൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 925. നമുക്ക് അതൊരെണ്ണം ട്രൈ ചെയ്യാം. 900 രൂപയുടെ ഒരു ചോളം കൂടി ഉണ്ട്. അതൊക്കെ എന്തായിരിക്കും കണ്ടറിയാം. 3 ഐറ്റം ഓർഡർ ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പറ്റൈസേഴ്സ് മാത്രം ഓർഡർ ചെയ്യാൻ. പിന്നെ ഒരു റെഡ് വൈനിൽ ബ്രേസ് ടെൻഡർലൈനും ഉണ്ട്, സ്റ്റേക്ക്. അത് വേണേൽ ഓർഡർ ചെയ്യാം നമുക്ക്. ഇവിടെ നിന്ന് നമുക്ക് തികയ്ക്കാൻ പറ്റത്തില്ല. 3 ഐറ്റം മേടിക്കുന്നുള്ളൂ. എല്ലാ ഐറ്റം 900 കേട്ടോ. 3 ഞാൻ ഓർഡർ ചെയ്യുന്നു. വരട്ടെ. ഇറ്റ്സ് ഫൈൻ. അവർ ചോദിക്കുന്ന എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണോ? ആപ്പറ്റൈസേഴ്സും ഡിസേർട്ടൊക്കെയാണ്. ഒരുമിച്ച് വേണമെന്ന്. ഒരുമിച്ച് തരൂ. എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണമെങ്കിൽ 10 മണിക്കൂർ വണ്ടി ഓട്ടോട്ടുള്ളൂ. ഞാൻ ഓടിക്കുന്നില്ല, അവനെ ഓടിക്കുന്നു. എന്നാലും ഇടക്കിടക്ക് കൈ കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു വെച്ചൊക്കെ പറ്റാവുന്നൊക്കെ ഓടിക്കുന്ന ഇടക്കിടക്ക്. എൻ്റെ തെറ്റാണ്. എന്തായാലും ഈ 3 ഐറ്റം വരട്ടെ. ഞാൻ ഈ പ്രശ്നം വെറൈറ്റി മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വില കൂടിയത് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു നോക്കും. ഇഡ്ഡലിയൊക്കെ 2ാമത്തെ പ്രാവശ്യം കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് സാലഡ്സും സ്റ്റാർട്ടിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പപ്പടവും കൊണ്ടുവന്നിട്ടുണ്ട്. പപ്പടം എന്തിനാ അറിയത്തില്ല. എനിക്ക് പപ്പടം വെറുതെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചോറിൻ്റെ കൂടെയാണ് മാത്രം ഇറങ്ങത്തുള്ളത്. പിന്നെ സാലഡ്സ്. ഇതിനെക്കാട്ടി നല്ലത് എനിക്ക് ആ ബ്രെഡും ബട്ടറാണ്. നേരത്തെ കാര്യം ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ്, തണുത്തിരിക്കുന്നത്. എൻ്റെ സാധനം വന്നല്ലോ. അപ്പോൾ നമ്മുടെ ആപ്പറ്റൈസേഴ്സ് എല്ലാം ഒരുമിച്ച് വന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം ഒരുമിച്ച് തരാൻ. 2 ആപ്പറ്റൈസേഴ്സും ഒരു ഡിസേർട്ടും വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി തന്നെ പിടിക്കാം. 900 രൂപയിൽ പൊടി ഇഡ്ഡലിയും പിന്നെ ചമ്മന്തിയാണെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നൈസാണ്. ചട്നി ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊടിയിലേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇഡ്ഡലിയും കഴിക്കാറില്ല, പക്ഷേ ഇത് കൊള്ളാം. പൊക്കത്ത് പരിപ്പും പിന്നെ അതിൻ്റെ കുറേ സ്പൈസൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ ഒരു ഫ്രൈഡ് ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റ്. സാധാരണ നല്ല ഇഡ്ഡലിയാണ്. ഞാൻ അതിന് കുഴപ്പമില്ല. 900 രൂപയുടെ സ്വീറ്റ് കോൺ കൂടി നോക്കാം. ഇതെല്ലാം ആപ്പറ്റൈസേഴ്സാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പ്രൈസ് വെച്ച് വേർത്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എല്ലാം വെച്ച് കൂട്ടി കഴിഞ്ഞാൽ വേർത്തിട്ടാണ്. നിങ്ങൾ കൊണ്ടൊന്നും കുഴപ്പമില്ല. ശരി, താങ്ക് യു. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 3 ഐറ്റം മാത്രമേ മേടിച്ചുള്ളായിരുന്നു. ഇവിടുത്തെ റിസോർട്ട് മാനേജറാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് അവരുടെ വേറെ ഫുഡ് ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 ഐറ്റം ഞാൻ മേടിക്കുന്നുള്ളൂ. പക്ഷെ അവരെന്തായാലും കുറച്ചുകൂടി സ്പെഷ്യൽ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. എനിക്ക് എന്ത് ചെയ്തെല്ലാം കൊണ്ട് ഞാൻ ഓർത്ത് സിമ്പിളായിട്ട് തീരുന്ന ചാലഞ്ചാണ്.
കൊള്ളാൻ പൊടി ഇഡ്ഡലി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ പരിപ്പുവടയുടെ ചെറിയൊരു സാമ്യം, പക്ഷെ നല്ല ഇഡ്ഡലി. ഇതാ മറ്റേ ചോളത്തിൻ്റെ മധുരമുണ്ട്. മധുരം എനിക്ക് വല്ലാണ്ട് പിടിക്കുന്നില്ല, പക്ഷേ ഇത് എന്തോ ഡീപ്പ് ഫ്രൈഡ് കണ്ട. ഡെസേർട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓ ഇതാണ് ചോക്ലേറ്റ്. ഇത് ഇന്നലെ മറ്റവൻ വയനാട്ടിൽ നിന്ന് ചോക്ലേറ്റ് മൂസ് കഴിച്ചില്ല, ആ ഒരു സെയിം ടേസ്റ്റാണ്. ഞാൻ കഴിച്ചില്ലായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ ടേസ്റ്റ് തന്നെ ആയിരിക്കും ആ ടേസ്റ്റ്. കാണാൻ ഒരേപോലെ ഞാൻ എന്തായാലും കൈ കൊണ്ട് തന്നെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കഴിച്ച് തീർത്തില്ലെങ്കിൽ ഇവിടുത്തെ മാനേജർ ഫുഡ് കൊണ്ടുവന്നേണ്ടിയിരിക്കും, അതെല്ലാം ഞാൻ കഴിക്കേണ്ടി വരും. എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് വരുന്ന ഫുഡിന് വലിയ സൈസ് കാണുന്നത് തന്നെ. ഇങ്ങനത്തെ ചാനലിനകത്ത് ചോക്ലേറ്റ് മേടിക്കായിരിക്കും നല്ലത്. കൊള്ളാം. ഇത് നല്ല മാംഗോ ഒക്കെ ആയിരുന്നെങ്കിൽ വെറുതെ ഇറങ്ങിപ്പോയാൽ. ഇതിപ്പോൾ ഡിസേർട്ട് തീർന്നു, പൊടി ഇഡ്ഡലിയും ഫൈനൽ അത് തീർന്നു. ഇനി ഇത് കുറച്ച് സമയം എടുക്കും, ഇരിക്കട്ടെ. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഉള്ളെങ്കിലും ഇറങ്ങുന്നില്ല. ഇനിയും ഷെഫ് കുറച്ച് സർപ്രൈസ് ചെയ്യാൻ പോകും വേറെ ഐറ്റം വെച്ചോണ്ട്. ഇവിടെ തന്നെ ചിലപ്പോൾ 10,000 ബില്ലാവും തോന്നുന്നു. ഞാൻ ഇത്രയും മേടിച്ചുള്ളായിരുന്നു, അവരെ ഇൻസിസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ബില്ലുപോലും അടിക്കത്തില്ല, ബില്ലടിച്ചില്ലെങ്കിൽ ഇന്നലെ വയനാട്ടിൽ എന്ത് നടന്ന മിൽട്ടണിനകത്ത് ആ സെയിം സംഭവം ഇവിടെ നിന്ന്. ഈ ഐറ്റം ഒക്കെ കണ്ടിട്ട് ആ മാനേജർ വിചാരിച്ച് ഞാൻ വെജിറ്റേറിയൻ ആണെന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ പണ്ടോട്ട് വെജിറ്റേറിയനാണ്, ഉറങ്ങുമ്പോൾ മാത്രം. ഇതുവരെ കഴിച്ച ഫുഡിനകത്ത് ഏറ്റവും മെനക്കെടുന്ന ഈ ഫുഡായിട്ടാണ്. ഷെഫ് പറഞ്ഞു വിട്ടതാണോ? അപ്പം അടുത്ത ഐറ്റം വന്നു, മാപ്പിള കോഴി റോസ്റ്റ്. നല്ല ചൂടുണ്ടെന്ന് പറയുന്നു. അയ്യോ പുക വേണ്ട, ആവി വറക്കുന്നു വേണ്ട, എണ്ണാൻ കൂടി പൊള്ളിക്കാൻ വയ്യ, ചുണ്ട് പൊള്ളിച്ച് ഓട്ടെ, ചൂടെങ്കിൽ ചൂട്. നാക്ക് പൊള്ളുകയാണെന്ന് അറിയത്തില്ലെങ്കിൽ ടേസ്റ്റ് മനസ്സിലാവുന്ന പോലുമില്ല. പ്രോൺസ് റോസ്റ്റ് ഇല്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ചോദിച്ചാൽ ഇല്ല. എനിക്ക് പ്രോൺസിനെ ഇനി മുഖം കാണണമെന്നില്ലായിരുന്നു, പക്ഷേ ഇത് കോഴിയുടെ രൂപത്തിൽ ഞാൻ കണ്ടു. കോഴി തന്നെ ചെറുതായിട്ട് ഡൗട്ട് അടിച്ചു ഇനി പ്രോൺസ് ആണ്. എൻ്റെ ക്യാമറ കഴിച്ചിട്ട് പറയണം. കൊള്ളാമെന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടാ ഒന്ന് ഓർമ്മ കഴിച്ച് അത് ശരിയാതില്ലല്ലോ. എങ്ങനെയാണ് ബോയ്സ്? എൻ്റെ ക്യാമറയാണ് ഇഷ്ടപ്പെട്ടത്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. പ്രോൺസ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുന്നില്ല എനിക്ക്. അവൻ പറയുന്നത് ഉണ്ടറിയാം ടേസ്റ്റ്, പക്ഷേ അവൻ ഇഷ്ടപ്പെട്ടത്. എനിക്ക് എന്തോ ചിക്കൻ കഴിച്ചിട്ട് ചെമ്മീൻ്റെ ചോരുന്നതുകൊണ്ട് പിടിക്കുന്നില്ല. ചെമ്മീനും കൂന്തലിലേക്ക് ഒരു ചേരുവയുടെ ടേസ്റ്റാണ്. ബോയ്സ് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി ഒന്നും ഇവർ തരത്തില്ലായിരിക്കും. ഇതൊന്നും വേണ്ട, എനിക്ക് അടുത്ത കടയിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഇങ്ങോട്ടാണ്. എന്തുവാണ്? റൈത്ത. ജയിൽ ബിരിയാണി കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എവിടെ വെച്ച് തുടങ്ങിയതാണ് ഇത് അവസാനത്തെ പീസ് കേട്ടാ. അത് കൊള്ളാം, എൻ്റെ ക്യാമറ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലം, കാണാൻ കൊള്ളാം കേട്ടോ. റൈത്തയ്ക്ക് അത് തൈര് കാണുന്നില്ല. ആ കോഴി എനിക്ക് അത്രയ്ക്ക് എന്നിട്ട് കൊള്ളാം, പക്ഷേ എനിക്ക് ആ റോസ്റ്റിൻ്റെ ചെമ്മീൻ്റെ ആവണ്ട. ക്യാമറ അവൻ പറയുന്നത് നല്ലതാണെന്ന്, അതുകൊണ്ട് അവൻ്റെ വാക്ക് നിങ്ങൾ എടുത്തു തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് തരുന്ന ആൾക്കാരൊക്കെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ? കൊള്ളാം കേട്ടാ. ഇനി ബിരിയാണി അല്ലേ, ഇപ്പോൾ എന്താണ് ഇതിന് കുറേ ഉണ്ടല്ലോ റൈസ്. പക്ഷേ ബിരിയാണി ടേസ്റ്റ് കണ്ടോ നോക്കാം. ജയിൽ ബിരിയാണി. തിരുവനന്തപുരം പോയിട്ട് 2000 രൂപ ബിരിയാണി കഴിച്ചില്ലേ, അതിൻ്റെ ഒരു സാമ്യം, ആ ഒരു ടൈപ്പാണ്. വേറെ സ്പെഷ്യൽ ബിരിയാണി ചെയ്ത് കൊള്ളാം. പക്ഷേ എനിക്ക് മലബാറാണ് കൂടുതൽ ഇഷ്ടം, പക്ഷേ ഇത് കൊള്ളാം, നല്ല ബിരിയാണി. ഒരു സ്പൂണിൽ തന്നെ എടുക്കുമ്പം അതിനകത്ത് ചോറ് മാത്രമല്ല വേറെ കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അണ്ടിപ്പരിപ്പും വേറെ കുറേ സംഭവങ്ങളൊക്കെ. ബട്ട് ഇത് ഇറ്റ്സ് ഗുഡ്. ഇസ് ഇറ്റ് ദ ബെസ്റ്റ് ബിരിയാണി ഐ എവർ ഹാഡ്? നോ. ഇത് തിന്ന് തീർക്കണം എന്നുള്ളൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ബിരിയാണി ഞാൻ പകുതി എൻ്റെ ക്യാമറമാനും കൊടുത്തു, ബാക്കി ഇപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ബിരിയാണി കുറച്ച് ഹോംലി ടേസ്റ്റാണ്. അതിനകത്ത് ഇത്ര ചേരുവ കാണത്തില്ല, പക്ഷേ ആ ഒരു വൈബ്, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായിരുന്നു വീട്ടിലത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ആണെന്ന്. കുക്കറിലിട്ട് വേവിച്ചുണ്ടാകുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് അതല്ലേ നിനക്ക് തോന്നിയത്? ആണെങ്കിൽ തംസപ്പ് കാണിച്ച് അതെ, എന്നാലും ഇത് കഴിച്ചു തീർക്കട്ടെ. പക്ഷേ ഇവിടുത്തെ മാനേജർ എന്നെ തിരിച്ചിട്ട് ഇവിടെ തുറന്നു തോന്നുന്നു. നന്നായി സർബത്ത് കൊണ്ട് വന്നിരിക്കുന്നു, കൈ കൊണ്ട് പറ്റുന്നില്ല. ഓറഞ്ച് ഉണ്ടല്ലോ പക്കത്ത്, അത് നന്നായി സർബത്ത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ. നൈസ്, ഇഷ്ടപ്പെട്ടു. നാരങ്ങ നല്ല സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. നാരങ്ങ മോസമ്പിയാണെന്ന് തോന്നുന്നു ഫുള്ള്, പക്ഷേ ടേസ്റ്റ് കൊള്ളാം. നല്ല ഹെവി മോസമ്പിയും ഒരു നാരങ്ങയുടെയൊക്കെ നല്ല നന്നാരി സർബത്ത് എന്ന് അവരെ പേരിട്ടിരിക്കുന്നത്. സെയിം ഫ്ലേവർ തന്നെയായിരിക്കും ചിലപ്പോൾ. നന്നാരിക്ക് എനിക്കറിയില്ല, എൻ്റെ ഫസ്റ്റ് നന്നാരിയാണ്. സിമ്പിളായിട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ ഞാൻ 3/4 പ്ലേറ്റ് ബിരിയാണിയായി, ഇഡ്ഡലിയായി, ഒരു ചിക്കൻ്റെ കറിയായി. അതിനെക്കുറിച്ച് പറയാൻ വേണ്ട, കുറച്ച് പോർഷൻ കഴിച്ചാൽ മതി, വയറ് നിറയുന്ന അറിയാം. ഫൈനൽ ബൈറ്റ് ഓഫ് ജയിൽ ബിരിയാണി. ഇനിയൊന്നും കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുക. ഇതുവരെ ഇത്ര ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതിനകത്ത് ദൈവമേ ഇത് മാത്രം. ഈ ഷെഫ് എന്നെ കൊല്ലാൻ നോക്കുകയാണ്. അതാണ് ബീഫിൻ്റെ സ്റ്റേക്ക്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതാണ്? ഇത് ഞാനോട് തിന്നു പറഞ്ഞിരുന്ന ഞാൻ ഷെഫ് ഇവിടുത്തെ മേലിപ്പുള്ളൂ എൻ്റെ വയറ്റോട് തള്ളാൻ നോക്കുക. പിന്നെ ഈ കടയിൽ മാത്രം വന്നാൽ മതിയായിരുന്നല്ല, ഇത് ഒറ്റടിക്ക് 10,000 ബില്ലാവും തോന്നുന്നു. ഇവിടെ നോക്കിയാൽ നല്ല ജ്യൂസി സ്റ്റേക്ക്, മീഡിയം റയർ ആണെന്ന് തോന്നുന്നു. ഈ ഒറ്റക്കൈങ്ങനെ എങ്ങനെ മുറിക്കിയത്? വോയിസ് എന്തുവാണ് ഇത് ഇത്ര വലിയ സ്റ്റേക്കൊക്കെ അല്ലേ? ഇപ്പോൾ ഒറ്റ കൈ വെച്ച് തന്നെ എടുക്കും. സോഫ്റ്റ്. മീഡിയം റയറാ. അതെ, മീഡിയം റയറാ ഇത്. നോക്കിയാൽ ഇതിനകത്ത് ചെറുതായിട്ട് റെഡ് വൈനൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയ ടേസ്റ്റ് അടിച്ചു എനിക്ക്.
ആദ്യമായിട്ടോ സ്റ്റേക്ക് ഞാൻ കൈവച്ച് ഇങ്ങനെ പിച്ചിടുന്നു. നിങ്ങൾക്ക് ടേസ്റ്റ് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒക്കെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞ 3 ഐറ്റം ഓർഡർ ചെയ്തിട്ട് ഇഡ്ഡലി കഴിച്ചിട്ട് പോകാനാണ് ഞാനാ. ഒറ്റയടിക്ക് ഇഡ്ഡലി മാറി ഇപ്പോൾ സ്റ്റേക്ക് വന്ന്, ബിരിയാണി വന്ന്, ചിക്കൻ കോഴിക്കാലും വന്ന്, എന്തൊക്കെ വന്ന്. നല്ല ബീഫിൻ്റെ ഫൈനൽ പീസ് ഇതും കൂടിയേ ഉള്ളൂ. ഓ അയ്യോന്നേ, ഞാൻ പറഞ്ഞത് എല്ലാം റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഇഡ്ഡലി ഇടും, സെക്കൻഡ് ഇതിടും, തേർഡ് എനിക്ക് തോന്നുന്നു ബിരിയാണി ഇടാം, ഫോർത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഡെസേർട്ട് ഇടാം, ഈ വെള്ളം, ലാസ്റ്റ് ഈ കോൺ ഇറങ്ങാത്തതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് 2-3 കോണേ ഉള്ളൂ ഇതിന്, അത്ര ബാക്കിയുള്ളൂ. അത് ഞാൻ സ്കിപ്പ് ചെയ്യുക മതി. പിന്നെ ഇവിടെ ഒരു വലിയ കിഴങ്ങിൻ്റെ പീസ് ഉണ്ട്. എനിക്ക് നമ്മൾ 10,000 ക്രോസ് ആയി, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യുക. കിഴങ്ങ് വേണ്ട. വരുമ്പോൾ തന്നെ ഇവിടുത്തെ ബില്ല് എത്രയാണെന്ന് നോക്കാം നമുക്ക്. ഇതിനോ ബിൽ ഐസ്ക്രീമാ 1 സ്കൂപ്പ് എന്തായാലും ഫ്രീ ആയിട്ട് തരുമല്ലേ, ഐസ്ക്രീം കൂടി കഴിക്കുക തോന്നിയതായിരുന്നു എനിക്ക് ചെറുതായിട്ട്. ഓരോ ഐറ്റം കഴിക്കുന്നതിന് പന്തോട്ടിരുന്നപ്പോഴേ എനിക്ക് സ്മെല്ലടിച്ചതാണ്. അവസാനം ബില്ല് കാണത്തില്ലെന്ന്. ആ പെണ്ണൊന്ന് ലീച്ചി ഐസ്ക്രീം കൊണ്ടുവരും, ഒന്നുകൂടി നമുക്ക് സ്ട്രെസ് ചെയ്യും. അത് വേണം, അല്ലെങ്കിൽ ഇത് നടക്കില്ല. ബില്ല് അറ്റ്ലീസ്റ്റ് ഞാൻ മേടിച്ച 3 ഐറ്റത്തെങ്കിലും ബില്ല് തന്നിരുന്നെങ്കിൽ നിഷ്പ്രയാസം ജയിക്കുമെന്നും പറഞ്ഞ് വന്നാൽ ഞാൻ എവിടെ ഡെസേർട്ട് വരുന്നു 3 അല്ല ബില്ലിൻ്റെ കോപ്പി ഇങ്ങനെ കിട്ടുമോ? ആ കൊച്ചു പറയുവാണ് എപ്പോഴും ആ കൊച്ച് ഈ 3 അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണെന്ന്. അതാ 3 കൊണ്ടുവന്നത്. ലീച്ച് കൊള്ളാം, ഐസ്ക്രീം എപ്പോഴും സ്പേസ് ഉണ്ട്. ബില്ല് ചോദിക്കും തോറും തലയാട്ടി കാണിക്കുക തന്നെ. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ കുൽഫിയ, ലീച്ചും ഇഷ്ടപ്പെട്ടു. എൻ്റെ കോക്കനട്ട് ഓക്കെ. ആ കൊച്ചു എന്തായാലും ബില്ല് തരത്തില്ല. ഇത് ബില്ല് എത്ര ആയെന്നെങ്കിലും ചോദിക്കാൻ പറ്റുമോ, അറിയാനെങ്കിലും ഒരു ആഗ്രഹം. ക്യാൻ അറ്റ്ലീസ്റ്റ് ഹൗ മച്ച് വാസ് ദ ബിൽ? എന്തിനാണെന്ന് സിംപ്ലി ഞാൻ വന്നിട്ടു. എത്ര ബില്ലെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഗസ്റ്റ് എത്ര ആയിരിക്കും ഇപ്പോൾ ബില്ല് ഇതെല്ലാം കൊണ്ടുവന്നിട്ട്? എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണ് എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ബിൽറ്റൻ്റെ അവിടെ നിന്ന് ബില്ല് മേടിക്കാതെ അവരെ ഇറക്കുന്നില്ലായിരുന്നു, മുതലാളി തരുന്നേ ഇല്ല. നൈസ് ബിൽ 9,721 രൂപ. ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ അവിടെ 4,000 രൂപയായി, ഏകദേശം 13,000 രൂപ. പെട്ടെന്നായിരുന്നു. രണ്ടാമത്തെ കടയിൽ ഒരു ഇഡ്ഡലി മേടിക്കാൻ വന്നാൽ ഞാൻ 10,000-ൻ്റെ ബില്ലടിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ കമൻസ് കറക്റ്റാണെന്ന് നോക്കും. ഇത്ര ബില്ലായോ ഇല്ലെന്ന്. ഞാൻ ഒരു ബില്ല് നല്ലൊരു വലിയ ബില്ലടിക്കാൻ വന്നേ, നിങ്ങൾ സ്വന്തമായിട്ട് അടിച്ചു തന്നെ. എനിക്ക് പേര് ഉണ്ണികൃഷ്ണൻ. കാണാൻ ബോയ്സ്. അപ്പം നമ്മുടെ ഐസ്ക്രീം തീർന്നിട്ടുണ്ട്. ഇത്ര വലിയ ബില്ല് ആദ്യമായിട്ട്. ഫുഡുള്ള ഞാൻ 2-3 കടയുടെ ഫുഡ് റിവ്യൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ബേക്കലിന് തന്നെ ഫുഡ് റിവ്യൂ ആയിപ്പോയി. എനിക്കിനി വേറെ കടയിൽ പോയി ഫുഡുള്ള സ്പേസ് ഇല്ല. ഓക്കെ, ആകത്തോട് സെറ്റ് ചെയ്തതാണ്. ഒച്ച കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അത് ഇങ്ങോട്ട് കാണുന്ന ഫുൾ ബീച്ചും ഇവരുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലായിട്ട് വരും. ഇത് പബ്ലിക് ബീച്ച് തന്നെ, ആൾക്കാർ വന്നും പോയി നിൽക്കുന്നത്. അവിടെയൊക്കെ ആൾക്കാരുണ്ടോ കണ്ടോ? പെട്ടെന്ന് പാൻ ചെയ്താൽ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതുകൂടി കാണിക്കാം. 7:30 വരെ എന്തായാലും നമുക്ക് കുറച്ച് ടൈം കില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ കില്ല് ചെയ്തിട്ട് വരാം. ബൈ ദ ബേ റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു, ഇവിടെയായിരുന്നു നമ്മൾ വരേണ്ടത്. നമുക്ക് മാറിപ്പോയത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതാണ് വൈകുന്നേരം. അതും ഓൾറെഡി ഞാൻ ഡിസൈഡ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ഡിഷ് അത് വരും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എന്തായാലും ഇത്ര വലിയ റിസോർട്ട് നിൽക്കുമല്ലേ, കുറച്ചുകൂടി ടൈം പാസ് ചെയ്തിട്ട് വരാം. അടുത്ത റെസ്റ്റോറൻറ്റ് മുമ്പ് നമുക്ക് കുറച്ച് ടേബിൾ ടെന്നീസ് കളിക്കും. ബോയ്സൊക്കെ നമ്മൾ നമ്മുടെ ഫൈനൽ റെസ്റ്റോറൻറ്റ് പോകുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് ഐ തിങ്ക് ഐ വിൽ ക്രോസ് ദ 10K മാർക്ക്. ഇപ്പോഴും നമ്മൾ 4,000 കിടക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് സർക്കംസ്റ്റാൻസ് കാരണം എന്തായാലും നമ്മളിപ്പോൾ നികത്താൻ പോകുന്നു. റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ. നടന്നു വന്നപ്പോൾ കൊടുക്കുക ദൂരം ഉണ്ടായിരുന്നു, ഇത് വന്നപ്പോൾ പെട്ടെന്ന് എത്തി. ബോയ്സ് നമുക്ക് നമ്മുടെ ഫൈനൽ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. ബീച്ച് സൈഡാണിത്. ബോയ്സ് ഞാൻ എനിക്ക് വേണ്ടി ഒരു മോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാർടെൻഡർ സ്പെഷ്യൽ വരുന്നു അവിടെ. ക്യാമറമാനും എനിക്കും വേണ്ടി. എന്തായിരിക്കും അതിനകത്ത്? പേടിക്കേണ്ട ഗൈസ്, കോക്ടെയിൽ അല്ല മോക്ടെയിൽ. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, കൺസ്യൂം വൈസ്ലി. അതെൻ്റെ ഫുഡാണോ? അത്ര മുതൽ ട്രീ വരുന്നു അല്ല, വേറെ രാവിലെ കിട്ടിയ സെയിം. ബോയ്സ് എല്ലാ ടൈപ്പ് അപ്പടം ഉണ്ട് കേട്ടോ. ബോയ്സ് ഇത് കണ്ടോ, ഇവൻ്റെ പ്ലേറ്റിൽ തന്നെ നോക്കൂ. ഇത് കല്ലിൻ്റെ പൊക്കത്തവർക്ക് പൈനാപ്പിൾ നിറച്ച ഒരു പാനിപൂരി മിശ്രിതം. അത് ക്യാമറമാൻ കഴിക്കും. എങ്ങനെയുണ്ട്? പാറക്കല്ലിൻ്റെ പൊക്കത്താണ് കിട്ടിയത്. ഓക്കെ, അതെനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവിടെ കുറേ പൈനാപ്പിൾ പപ്പടമൊക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട്. ഇതൊരു ബാലു ഇട്ടേക്കാ ഉണ്ടോ? ബനാന പപ്പടം എന്ന് പറയുന്നത് ബനാന ചിപ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഇവരെല്ലാം ഉണ്ടാക്കുന്നതാണ്, ചൂടുണ്ടല്ലോ. പക്ഷേ നമ്മുടെ മോക്ടെയിൽ വരുന്നു. ഇത് ബാർടെൻഡർ സ്പെഷ്യൽ. ബ്രോ തന്നെ കണ്ടുപിടിച്ചാണോ? ബ്രോയുടെ സിഗ്നേച്ചർ ഡ്രിങ്ക് ആണ് ബോയ്സ്. ആരുടെയെങ്കിലൊക്കെ സിഗ്നേച്ചർ ഡ്രിങ്ക് കഴിച്ചിട്ട് കുറേ നാളെ. കളറുണ്ട്, കളർഫുള്ളാണ്. കൊള്ളാണോ? താഴത്തെന്തുവാണ്? നൈസ് ബ്രോ, കൊള്ളാം കേട്ടോ. എന്തായാലും ഇതിരിക്കട്ടെ, നൈസാണ്. ഇടക്കിടക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്യാമറമാൻ കൊടുത്തില്ലെന്ന് പറയുന്നത് അവിടെ ഇരിപ്പുണ്ട്. എടുത്തെടുത്ത് പറയണം. ക്യാമറയ്ക്കകത്ത് കാണിക്കുന്നില്ലായിരുന്നു. നിങ്ങൾ പറയാം കാണിക്കുന്നില്ല ബ്രോ, കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി കാണിക്കുക. നമ്മുടെ ഡിഷ് എത്തിയിരിക്കുന്നു. 3 പൊറോട്ട ഉണ്ട് അതിനകത്ത്. ആണോ? കോംപ്ലിമെൻ്ററി ആണോ? ഇത്ര കോംപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു. ബോയ്സ് നമ്മൾ ഈ ഒരു ഡിഷ് ഐ ജസ്റ്റ് തോട്ട് ഐ ഓർഡർ സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മഡ് ക്രാബാണ് ഓർഡർ ചെയ്തത്. മഡ് ക്രാബ് ഞാൻ കഴിച്ചിട്ടില്ല. കൊള്ളാമോ? ക്രാബിനകത്തായിട്ട് ഫുള്ളും എല്ല് മാത്രമേ കാണുന്നുള്ളൂ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്രാബ്. ചെറുതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം. ഫ്രഷാണ് സാധനം കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു അവർക്ക്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മഹാചൂട്. എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചവച്ച് തുപ്പാനാണ് ഇത്. എന്താണ് ടേസ്റ്റ് നല്ല കിട്ടില്ല, പക്ഷെ ഉപ്പ് ഉള്ളാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനൊക്കെ തുണി യൂസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനത്തെ വെള്ളത്തുണിയിൽ ചെയ്യാം. സാധാരണ ക്രാബിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചുകൂടി എന്താണ് സോർട്ട് ഓഫ് ലൈക്ക് സ്മൂതിങ്. ഇതിൻ്റെ ബില്ലെങ്കിലും അവർ തന്നാൽ മതിയായിരുന്നു. എ ബിറ്റ് ടു സോൾട്ടി, കുറച്ച് ഉപ്പുമില്ല. ക്യാമറമാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ലേ ഇപ്പോൾ
ഈ ഡിഷ് നീ തന്നെ കഴിച്ചു. രാവിലെ തൊട്ട് കഴിക്കുമല്ലേ, ആൾക്കാരുടെ വിഷമം മാറട്ടെ. കേട്ടത് ക്യാമറ കേട്ടത്, ക്യാമറമാൻ ബോയ്സ്. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് പിടിച്ച് കൊടുക്കട്ടെ അവന്. ക്യാമറമാൻ പ്രോപ്പറായിട്ട് കഴിച്ചിട്ട് പറയും. എനിക്ക് കഴിച്ചിട്ട് കുറച്ച് ഉപ്പുണ്ടെന്നാണ് തോന്നിയത്. അതല്ലേ എനിക്ക് തോന്നി. നമ്മുടെ മഡ് ക്രാബ് തിരിച്ച് പോയിട്ട് പിന്നെയും ഷെഫ് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഉപ്പ് കൂടിപ്പോയി. അവർ നല്ല സർവീസ് ആയിട്ടെ. ഇവിടെ അപ്പം തന്നെ എനിക്ക് ഫിംഗർ ബോൾ കൊണ്ടുവന്ന് കൈ കഴുകാൻ പ്ലേറ്റ് എല്ലാം ക്ലിയർ ചെയ്തു. അടുത്ത പുതിയ പ്ലേറ്റ് വരും. പക്ഷേ മഡ് ക്രാബ് ടേസ്റ്റ് ആകട്ടെ. സത്യം പറയുകയാണെങ്കിൽ സാധാ ക്രാബിനെക്കാട്ടിലും കുറച്ച് ഫ്ലേവർ കൂടുതലാണെന്ന് തോന്നുന്നു. കുറച്ച് വലുതാണ്, ചിലപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ചെറുതാണ്. 250 ഗ്രാം കണ്ടേ ഉള്ളൂ. 1 ഗ്രാമിന് 4.5 രൂപ കണ്ട ഇവിടെ. പിന്നെ ഒരു റൂമിന് 1.5 ലക്ഷം വരെ പോകും. പിന്നെ 4.5 രൂപ എന്തിരിക്കും 1 ഗ്രാമിന്. ഇവിടെ പൊറോട്ട അവർ പിന്നെയും ചൂടാക്കി തരാനല്ലേ പുതിയ കൊണ്ടുവരാൻ എന്തോ എടുത്തുകൊണ്ട് പോയി. അതായത് നമ്മുടെ മഡ് ക്രാബ് പിന്നെയും വരുന്നു. ലെറ്റ്സ് ഗോ. ഇപ്രാവശ്യം ഷെഫ് ഡയറക്റ്റ് കൊണ്ടുവരാണെന്ന് തോന്നുന്നു. ഈ ഫുഡ് എന്ന് പറയുന്നത് ഇന്ന് ഫുഡ് തീരുന്നേ ഇല്ല. ഇന്ന് ഫുഡ് വന്നുകൊണ്ടേ ഇരിക്കും. ക്രാബ് വന്നു. താങ്ക് യു. ഞാൻ പൊറോട്ട നേരത്തെ കഴിച്ചില്ലായിരുന്നു. പൊറോട്ട നല്ല കേട്ടോ, നല്ല ചൂട്. അതും ചേഞ്ച് ചെയ്തു എനിക്ക്. മഡ് ക്രാബ് ഞാൻ ഇപ്രാവശ്യം ജസ്റ്റ് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ളും എൻ്റെ ക്യാമറമാൻ തന്നെ കഴിക്കും. ഷെഫ് സെറ്റാണോ അല്ലെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് ഗുഡ്. ഷെഫോടെ നിൽക്കുന്നു. നേരത്തെ ഉപ്പുണ്ടെന്ന് മാത്രമല്ല, നല്ല സാധനമായിരുന്നു. വൈസ് ഫുഡ് നമ്മുടെ ട്രെയിനർ കഴിച്ചു തീർക്കുന്നതാണ്. ഇതിൽ തുടങ്ങാല്ലേ? അതേ ഉള്ളൂ തുടങ്ങാൻ. അവൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാ. മഡ് ക്രാബ് ഇഷ്ടപ്പെട്ടു എനിക്ക്. കൊള്ളാം, സൂപ്പർ. അവിടെ കിടന്ന് കുലുങ്ങുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് 2 മോക്ടെയിലും കൂടി. ഞാനുണ്ടാ സൂപ്പർ. നമ്മൾ വെയിറ്റ് ചെയ്ത് നന്നായി അല്ലേ? അത് പറയണ്ട. ഇവിടെ നിന്ന് 10-12 മണിക്കൂർ റിട്ടേൺ ട്രിപ്പ്. 16 സെറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഗിവ് അപ്പ് ചെയ്യും. ഇനിയൊന്നും ഇല്ല, ഇനി സമയം പോലും ഇല്ല. വോയിസ് ഏതാനും നിമിഷങ്ങൾക്കകം അവൻ കഴിച്ചു തീർക്കുന്നതാണ്. വോയിസ് അവനെന്ത് കൂളർ വേണമായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിൽ. അതെ, കുഴപ്പമില്ല. നീ പിടിച്ചോ. എന്താ ബ്രോ ഉണ്ടാക്കി സൂപ്പർ. നേരത്തെ സൂപ്പർ ആയിരുന്നു. നിനക്ക് പൈസ തരുന്നുണ്ടോ? ഇല്ല, ഉള്ള കാര്യം പറയണം. സത്യസന്ധം. ഞാനും സത്യസന്ധം തന്നെ. അത് കുടിച്ചിട്ട് പറ. സൂപ്പറാ. ട്രൈ ചെയ്ത് നോക്കി. സൂപ്പറാണെന്നുള്ളതിന് മലയാളം എന്താ പറയുക? ഓ സൂപ്പർ സൂപ്പർ. പക്ഷേ സിമിലർ ഫ്ലേവർ അല്ല ഇതുമായിട്ട്. ഫ്ലേവർ എല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. പൈനാപ്പിൾ വരുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുവേ. അന്ന് ഞാൻ കുടിച്ചാൽ മതി. അവൻ പുറകിൽ നിന്ന് കടിച്ച് വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിച്ചില്ലേ? അങ്ങനെ ഉണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ കഴിക്കുക. ചെയ്തോമേ. നിനക്കെന്താണ് ഞാൻ ഫുഡ് തരാത്തന്നെ കാണുന്നത് തിന്നുന്നത്? നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. ഇതിങ്ങനെ കണ്ടതേ. അയ്യോ, കൊതിപ്പിക്കുന്ന ആൾക്കാരെ. മഡ് ക്രാബിന് വില കൂടുതൽ കേട്ടാ. ആൾക്കാരെ ഇങ്ങനെ കൊതിപ്പിക്കരുത്. കുളിരുന്നു. ബോയ്സ് എൻ്റെ മോക്ടെയിലും വന്നു. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. നിനക്ക് ടേസ്റ്റ് മാറത്തില്ല. അതെന്ത് എൻ്റെ ടേസ്റ്റ് ചെയ്തല്ലോ. നീ അവിടെ നിന്ന് നീ കഴിച്ചു തീർക്ക്. എൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓ, ഇത് പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ്. അതിനകത്ത് കോക്കനട്ട് എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ വന്ന ഈ 3 കഴിച്ചില്ലേ, അതിനകത്ത് ഇത് സെറ്റ്. ഇളനീർ പായസം എന്തെങ്കിലും ബ്രോക്ക് ഇഷ്ടമുള്ളതാ? ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. നീ കഴി ബില്ലുണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ 16 എത്തിക്കട്ടെ. ഞാൻ അതുകൊണ്ടാണ് ഈ മോക്ടെയിലൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് എനിക്ക് പൈനാപ്പിൾ ബേസാണ് ഇഷ്ടം. ഇത് ഫ്രഷ് ജ്യൂസ് ബേസാണ്, അതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അത് തന്നില്ലെന്ന് പറയരുത്. അല്ല, ഇനി മറിഞ്ഞു പോയാൽ സങ്കടം വരുമോ? സങ്കടം വരും എനിക്ക്. കൊള്ളാല്ലേ? നോക്കട്ടെ. നീ ഇപ്പോൾ നോക്കിയുള്ളല്ലേ? കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല. ഇത് തിന്നിട്ട് തീരുന്നില്ല കേട്ടോ. നിനക്ക് എത്ര ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, എനിക്കിന്ന് പൊട്ടിച്ചു തരാമോ? പൊട്ടിച്ചു തരാം. ഞാൻ അടിച്ചു കൂപ്പി തരാം. വേണ്ട, ഞാൻ പണിയെടുത്തോളാം. ഇതുണ്ടോ ഫുള്ള് ദശയിനകത്ത്. പയ്യൻ കഴിച്ച് ആ പീസും കൂടി ഉള്ളത് എൻ്റെ ഇപ്പോൾ കൊണ്ടുപോയി. എൻ്റെ മഡ് ക്രാബ് കൊണ്ടുപോയി. വോയിസ് കിടിലും ക്രാബായിരുന്നു. പയ്യൻ ഒരെണ്ണം പോലും വിട്ടില്ല. എല്ലാം തീർന്നു. എന്തായാലും ഈ ഐറ്റം തീർന്നു. മതിയടാ. എന്തോടാ ഇത്? അല്ല, അതിന് കണ്ണുണ്ടാന്ന് നോക്കിയോ? കണ്ണുണ്ടാന്ന് നോക്കിയതാ. കടിച്ച ക്യാമറമാൻ കഴിച്ച് ഇതുവരെ ഫുഡ് കൊടുക്കാത്ത രീതിയിലുള്ള കഴിപ്പ്. ബോയ്സ് നമ്മുടെ ഡെസേർട്ടും ഇളനീർ പായസവും എല്ലാത്തിനും ഓക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വന്നു. ബോയ്സ് അപ്പോൾ ഇളനീർ പായസം ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ പാലക്കാട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കാസർഗോഡ് ബേക്കൽ താജ് റിസോർട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. ദിസ് വൺ ആക്ച്വലി ബെറ്റർ ദാൻ. അതിനൊരു 100 മധുരം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു 50 ഉള്ളൂ. കൊള്ളാം. ഈ ഇളനീർ പായസം എന്ന് പറയുമ്പോൾ ഒരു തേങ്ങാപ്പാലും അതിനകത്ത് ഈ കരിക്കിൻ്റെ കുറേ തേങ്ങയുടെ കഷ്ണങ്ങൾ പിന്നെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. നൈസാ. പക്ഷേ അവിടുത്തെ തന്നെ കുറച്ച് മധുരം കൂടിപ്പോയതുകൊണ്ടുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇത് ഹോട്ട് ചോക്ലേറ്റ്. ഓ ദൈവമേ, നല്ല ചൂടാണെന്ന് തോന്നുന്നു അകത്തോട്ട്. നൈസ്. നല്ല കിടിലൻ ടേസ്റ്റ്. മഡ് ക്രാബ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറ തന്നെ ഫുള്ള് കഴിക്കുമെന്നുള്ളതല്ല. നല്ല സെറ്റ് സാധനം കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് കണ്ട് കൂടുതൽ വേവിച്ച് പോയി കഴിഞ്ഞാൽ വെന്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റെല്ലാം വരും. അതിനൊന്നുമില്ല. പെർഫെക്റ്റ്. എങ്ങനെയുണ്ട്? ഗുഡ്. കണ്ട, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഫേക്ക് റിവ്യൂ ഒന്നും പറയാറില്ല മോനെ. കൊള്ളാന്ന് പറയാൻ. ഇതും കൂടി കഴിച്ച് നോക്കിയിട്ട് എൻ്റെ കോക്കനട്ട്. വോയിസ് അടുത്ത സെക്കൻഡിൽ ഇവൻ ഇതെല്ലാം ഫിനിഷ് ചെയ്യുന്നതാണ്. ഞാൻ ക്യാമറമാന് കിട്ടാത്തതിൻ്റെ പരിഭവം എല്ലാം ഈ വീഡിയോയിൽ തീർക്കുക. ഇളനീർ അങ്ങോട്ട് കുടിച്ചാണ് ഇട്ടിരി. കൊള്ളാലോ? അവിടുത്തെ കൊള്ളാം. ഇത് കഴിക്കാൻ പറഞ്ഞില്ലായിരുന്നു അർജുനമ്പി. ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് വലുതായ ഡിഷൊന്നുമില്ല. നമ്മൾ ഇത് വെച്ച് നിർത്തുകയാണ്. മഡ് ക്രാബും പിന്നെ ഈ ഒരു 2-3 മോക്ടെയിലും വെച്ച് ഞാൻ 10,000 ക്രോസ് ചെയ്യുന്നു. എന്നാലും നമുക്ക് ബില്ലെന്ന് ചോദിക്കാം. വേണ്ട, നീ കഴിച്ചു. വേണ്ട കഴിച്ചോ. അല്ലല്ല, കഴിച്ചോ. ഞാൻ പരിഭവം ഫുള്ളും തീർക്കട്ടെ. എനിക്ക് തന്നില്ല എന്ന് പറയരുത്. എപ്പോഴും തരുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാമറയ്ക്ക് അത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആ ചുമ്മാതാണ്. ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബില്ല് കിട്ടുമോ? ചെറിയൊരു സംശയം. ബ്രോ ബില്ലില്ലേ തോന്നി.
പക്ഷേ ഞാൻ കാസർഗോഡ് നല്ല നല്ല വൃത്തിക്ക് തോറ്റിരിക്കുന്നു. എനിക്ക് 4000 ചിലവാക്കാൻ പറ്റുള്ളൂ. അത് എക്സ്ട്രാ എടുത്ത് തരുമ്പോഴേ എനിക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത് ഒരു തിരക്ക് എത്തത്തില്ല. എന്തായാലും ബില്ല് എത്ര അറിയാമെന്നെങ്കിലും ഒന്ന് ചോദിക്കാം. ബ്രോ ബില്ല് എത്രയാണെന്നൊന്ന് പറഞ്ഞേക്ക്, ഞാനത് വീഡിയോക്ക് അതൊന്ന് പറയാൻ. എത്ര എന്തായാലും ബോയ്സ് നിങ്ങളൊന്ന് ബില്ല് ഗസ് ചെയ്യുക എത്രയായിരുന്നു. 1300 അല്ലെങ്കിൽ 3500. ഇപ്പോൾ ബ്രോ പറയും അപ്പോൾ മനസ്സിലാവുന്നു. നേരത്തെ ദിവസമല്ല 5 തന്നെ കഴിച്ചിട്ടുണ്ട്. വയറിനും മോനെ കിടിലൻ ഹോസ്പിറ്റാലിറ്റി കേട്ടോ. എനിക്ക് ഫ്രീ ആയിട്ടെല്ലാം തന്നുകൊണ്ട് പറയുമല്ല. മാനേജർ എൻ്റെ കൂടെ നടന്ന എല്ലാ സ്ഥലത്തും ഇതെനിക്ക് ചുറ്റും ഫുള്ളും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റേ ചെയ്തേനെ, പക്ഷേ എനിക്ക് വീട്ടിലെത്തണം. അതുകൊണ്ട് നമ്മളിവിടെ സ്കൂട്ടാവും. പിന്നെ ഇവിടുത്തെ ഒടുക്കത്തെ ബുക്കിംഗ് ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ ആണെന്ന്. ഉള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ടോട്ടലി വിത്ത് ടാക്സ് ഓൾമോസ്റ്റ് 4500. കണ്ട എൻ്റെ ഗസ് കറക്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പം അവർ ഏകദേശം എനിക്ക് 14,000 ഫുഡ് ഫ്രീ ആയിട്ട് തന്നു. എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. നെക്സ്റ്റ് ടൈം ടിൽ ദ ഡേ കെയർ. പീസ്.